ഒരു കപ്പ് പച്ചരി കൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ നമ്മൾ ഒരു 3-4 മണിക്കൂർ ഒരു കപ്പ് പച്ചരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 250 ml ഒരു കപ്പിനാണ് കേട്ടോ പച്ചരി എടുത്തത്. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് വീതം ചോറും തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസ് ആവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏലക്കയും കൂടിയും ചേർത്തിട്ടുണ്ട്, എന്നിട്ട് അരച്ചെടുത്തത്. അപ്പോൾ ഇതാ ഇത്രയും തിക്കായിട്ട് വേണേ നമ്മളിത് അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി നമുക്ക് അരിച്ചൊഴിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പശു നെയ്യിൽ നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം ഫ്രൈ ആവേണ്ടതാണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് ഒന്ന് ആ ഒരു കളറൊക്കെ ചേഞ്ച് ആകുന്ന സമയത്താണ് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നത്. അപ്പോൾ രണ്ടും ചേർത്തിട്ട് നല്ലവണ്ണം ഫ്രൈ ആകുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഒരുപാടങ്ങ് കരിഞ്ഞ് പോകരുത്. ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങിക്കൊടുക്കേണ്ടത്. അപ്പോൾ സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ. ഇനി നമുക്കിതാ നമ്മളെ ആ ഒരു ശർക്കര പാനിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ശർക്കര ഉരുകിയിട്ട് ഒന്ന് പാനിയായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണേ. ആ ഒരു സമയം തന്നെ നമ്മൾ കൈവിടാണ്ട് ഇളക്കുകയും വേണം. അപ്പോൾ നമ്മളെ കൽത്തപ്പത്തിൻ്റെ മാവാട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം ലൂസായിട്ട് തന്നെയാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരവും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചീനിച്ചട്ടിയിലാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ വാട്ടിയ ആ ഒരു എണ്ണ ബാക്കി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഒരു 1.5 കിലോ മാവ് ഇതിലേക്ക് അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങാം. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും അതുപോലെ കുറച്ചൊരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലും കൂടി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പശു നെയ്യിലും ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കൽത്തപ്പത്തിന് മാവ് വെച്ചിട്ട് നമ്മൾ നല്ലൊരു സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ആരോഗ്യം വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് എന്തായാലും ടൈം അധികം എടുക്കില്ല. അപ്പോൾ ഇത് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.